GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴയ ആലുവ മൂന്നാർ രാജപാതയ്ക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ പേരിൽ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള വനം വകുപ്പ് കേസ് മരവിപ്പിച്ചു. പോലീസ് കേസ് പിൻവലിക്കും. തീരുമാനം തിരുവനന്തപുരത്തെ ഉന്നതതല യോഗത്തിൽ. രാജപാത സംബന്ധിച്ച തർക്കവും വസ്തുതകളും പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ഉന്നതതല യോഗ തീരുമാനം CPM-നും ആന്റണി ജോൺ MLA-ക്കും രാഷ്ട്രീയ നേട്ടമാണ്. ഇരമല്ലൂർ വില്ലേജിൽ ഭൂമിയുടെ ന്യായവില കുറച്ച് പുതുക്കി നിശ്ചയിച്ചു. യാഥാർത്ഥ്യമാകുന്നത് നെല്ലിക്കുഴിക്കാർ 15 വർഷക്കാലമായി ഉയർത്തുന്ന ആവശ്യം. തീരുമാനം എടുത്തതിന്റെ ക്രെഡിറ്റ് ആർക്കെന്നതിൽ വാദപ്രതിവാദം. താൻ നിരന്തരം വിഷയം ഉന്നയിച്ചിരുന്നെന്ന് ആന്റണി ജോൺ MLA. നേതാക്കൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് CPI-യുടെ വാദം. താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ആദരിച്ചു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ ആചരണത്തിന് ഒരുങ്ങി. പള്ളികളിൽ പ്രത്യേക ചടങ്ങുകൾ. കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിലെ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ മുഖ്യകാർമ്മികനാണ്. വാർത്തകൾ വിശദമായി. പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെ വനം വകുപ്പ് എടുത്ത കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല. വനം വകുപ്പിന്റെ പരാതിയിൽ പോലീസ് എടുത്ത കേസ് പിൻവലിക്കാനും തീരുമാനമായി. വനം മന്ത്രിയുടെ ചേംബറിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. മാർ പുന്നക്കോട്ടിലിനെതിരെയുള്ള കേസ് വൻ വിവാദമാവുകയും പ്രതിഷേധത്തിനും തുടർ സമരങ്ങൾക്കും കാരണമാവുകയും ചെയ്തിരുന്നു. തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് CPM-ഉം LDF-ഉം ഇടപെട്ട് പുതിയ തീരുമാനമെടുത്തത്. രാജപാത സംബന്ധിച്ച തർക്കങ്ങളും വസ്തുതകളും പരിശോധിക്കാൻ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്ററെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. പഴയ ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് മാർച്ച് 16-ന് വൻ ജനകീയ പ്രക്ഷോഭം പൂയംകുട്ടിയിൽ നടന്നിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകിയ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA തുടങ്ങിയ ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കുമെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. വനത്തിൽ അതിക്രമിച്ചു കടന്നതും പൊതുമുതൽ നശിപ്പിച്ചതും വനപാലകരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമുൾപ്പെടെയായിരുന്നു കുറ്റങ്ങൾ. വനവകുപ്പ് ചാർജ് ചെയ്ത ഈ കേസിൽ തുടർ നടപടികൾ വേണ്ടെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വനവകുപ്പിന്റെ പരാതി പ്രകാരം പോലീസ് എടുത്ത കേസ് പിൻവലിക്കാനും തീരുമാനമുണ്ട്. വനം മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. AK ശശീന്ദ്രന് പുറമെ മന്ത്രി P രാജീവ്, ആന്റണി ജോൺ MLA, കോതമംഗലം രൂപതാ വൈദികൻ ഫാദർ അരുൺ വലിയതാഴത്ത്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G കൃഷ്ണൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ MVG കണ്ണൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള കേസ് വൻ വിവാദമായിരുന്നു. ഭരണ പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും വിവിധ സംഘടനകളും കോതമംഗലം രൂപതയുമെല്ലാം പ്രതിഷേധവുമായും സമരവുമായും രംഗത്ത് വന്നിരുന്നു. ആന്റണി ജോൺ MLA നിയമസഭയിലും MP-മാരായ ഡീൻ കുര്യാക്കോസും ഫ്രാൻസിസ് ജോർജും ലോക്സഭയിലും കേസ് പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. കോതമംഗലം രൂപതയുടെയും അനുബന്ധ സംഘടനകളുടെയും കടുത്ത നിലപാട് CPM-നും LDF-നും തിരിച്ചടിയാകുമെന്ന സ്ഥിതിയുമുണ്ടാക്കി. ഈ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ കേസ് മരവിപ്പിക്കാനും പോലീസ് കേസ് പിൻവലിക്കാനും തീരുമാനമുണ്ടായത്. രാജപാത സംബന്ധിച്ച് നിലവിലുള്ള തർക്കങ്ങളും വസ്തുതകളും പരിശോധിച്ച് സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രനെ യോഗം ചുമതലപ്പെടുത്തി. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. GTV ന്യൂസ്, കോതമംഗലം. ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവില കുറച്ച് പുതുക്കി നിശ്ചയിച്ചു. നെല്ലിക്കുഴിക്കാരുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. അതേസമയം സർക്കാരിന്റെ തീരുമാനത്തിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ച വാദപ്രതിവാദം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി തവണ നിയമസഭയിൽ വിഷയം ഉന്നയിക്കുകയും റവന്യൂ വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതിന്റെ ഫലമാണ് തീരുമാനമെന്ന് ആന്റണി ജോൺ MLA വ്യക്തമാക്കി. എന്നാൽ റവന്യൂ മന്ത്രി K രാജൻ വഴി തങ്ങളാണ് വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിയതെന്നാണ് CPI നേതാക്കളുടെ അവകാശവാദം. ആന്റണി ജോൺ MLA-ക്ക് ക്രെഡിറ്റ് നൽകിയാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. സമൂഹ മാധ്യമങ്ങളിലും വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 2010-ലാണ് ഇപ്പോഴത്തെ നിലയിൽ ഭൂമിയുടെ ന്യായവില നിലവിൽ വന്നത്. ഇതുപ്രകാരം ഇരമല്ലൂർ വില്ലേജിൽ വളരെ ഉയർന്ന തുകയാണ് നിശ്ചയിക്കപ്പെട്ടത്. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് വളരെ ഉയർന്ന തുക സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകേണ്ട സ്ഥിതിയുണ്ടായി.
വൻ സാമ്പത്തിക നഷ്ടമാണ് ഇരമല്ലൂർ വില്ലേജിൽ ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഉണ്ടായത്. സമീപ വില്ലേജുകളിലൊന്നും ഇല്ലാത്ത വിധം ഉയർന്ന ന്യായവില നിശ്ചയിക്കപ്പെട്ടതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു. ന്യായവില പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യം അക്കാലം മുതൽ ഉയരുന്നതാണ്. ഇക്കാര്യത്തിൽ ഇപ്പോഴാണ് തീരുമാനമുണ്ടായത്. ഗസറ്റ് വിജ്ഞാപനം വരുന്നതോടെ പുതുക്കിയ ന്യായവില നിലവിൽ വരും. ഈ തീരുമാനം എടുപ്പിച്ചത് ആര് എന്നതിൽ അവകാശ തർക്കവും ഉടലെടുത്തിരിക്കുകയാണ്. താൻ പലതവണ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നെന്നും റവന്യൂ വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നെന്നും ആന്റണി ജോൺ MLA വ്യക്തമാക്കി. അതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇക്കഴിഞ്ഞ മാർച്ച് 12-നും വിഷയം സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. സാർ, ഈ സഭയുടെ ശ്രദ്ധയിൽ നേരത്തെ ചോദ്യമായും സബ്മിഷനുകളായും നിരവധി തവണ കൊണ്ടുവന്നുള്ളൊരു വിഷയമാണ് സാർ. എൻ്റെ മണ്ഡലത്തിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ നിരവധി പ്രാവശ്യം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകമായി ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കുകയും അതിൻ്റെ നടപടികളെല്ലാം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാർ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സമയക്കുറവ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ അത് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് കോതമംഗലം മണ്ഡലത്തിലെ ഇലമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ അത് അടിയന്തരമായി പുനർനിർണ്ണയിക്കണമെന്ന് കൂടി ഈ സബ്മിഷന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. എന്നാൽ റവന്യൂ വകുപ്പിൽ നിന്നുണ്ടായ തീരുമാനം തങ്ങളുടെ ശ്രമഫലമാണെന്നാണ് CPI നേതാക്കളുടെ അവകാശവാദം. മന്ത്രി K. രാജന് ഭീമഹർജി നൽകിയതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിൽ വിഷയം പരിഗണനയ്ക്ക് വന്നപ്പോൾ മന്ത്രി P. രാജീവ് റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ വ്യക്തമാക്കിയിരുന്നെന്ന് CPI മണ്ഡലം സെക്രട്ടറി PT. ബെന്നി പറഞ്ഞു. 21-ൽ വീണ്ടും പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഈ ആവശ്യം പുതിയ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, രണ്ടാം LDF ഗവൺമെൻറ്റിൻ്റെ മുമ്പിലായിട്ട് അവതരിപ്പിക്കുകയും ഇന്ന് റവന്യൂ മന്ത്രിയായിരുന്ന സഖാവ് K. രാജൻ നെല്ലിക്കുഴി വില്ലേജ് ഓഫീസിൻ്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ അവിടെ വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഇതിൻ്റെ സ്ഥിതിഗതികൾ ഞങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി. ഈ ന്യായവില പുനർനിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഉടൻ തന്നെ കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതിനെ തുടർന്ന് നടപടികൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ 2023 അവിടുത്തെ പാർട്ടി CPI ലോക്കൽ കമ്മിറ്റി നേരിട്ട് 1000-ഓളം ഒപ്പുകൾ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് വീണ്ടും ഒരു ഭീമഹർജി ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും അതിനെ തുടർന്ന് കോതമംഗലത്ത് കരുതലും കൈത്താങ്ങിൻ്റെ ഭാഗമായി അത് പങ്കെടുത്ത മന്ത്രി P. രാജീവ് അദ്ദേഹം പറയുകയുണ്ടായി, റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ നടപടി ഇരമല്ലൂർ വില്ലേജിലെ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നതിന് വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് കൊടുക്കുന്നത്, അത് ഉടനടി നടപ്പാക്കും എന്നാണ് അന്ന് ആ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി P. രാജീവ് പ്രസ്താവിക്കുന്നത്. ക്രെഡിറ്റ് തങ്ങൾക്കാണെന്ന് ഉറപ്പിക്കാൻ CPI നേതാക്കളാണ് ന്യായവില പുതുക്കി നിശ്ചയിച്ചത് സംബന്ധിച്ച വിവരം ചൊവ്വാഴ്ച വൈകുന്നേരം ആദ്യം പുറത്തുവിട്ടത്. രാത്രി വൈകി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് CPIയുടെ അവകാശവാദത്തിനു തിരിച്ചടിയാകുന്നതായിരുന്നു. ആന്റണി ജോൺ MLAക്ക് ക്രെഡിറ്റ് നൽകിക്കൊണ്ടുള്ളതാണ് വാർത്താക്കുറിപ്പ്. കഴിഞ്ഞ വർഷം നെല്ലിക്കുഴി പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ MLAയുടെ അഭ്യർത്ഥനയെ തുടർന്ന് വിഷയത്തിൽ പരിഹാരം കാണാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. ജില്ലാ വികസന സമിതിയിലും നിയമസഭയിലും MLA ഇക്കാര്യം ഉന്നയിച്ചിരുന്നെന്നും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വ്യക്തമാക്കുന്നു. CPM നേതാക്കളും പ്രവർത്തകരും ഒരു വശത്തും CPI നേതാക്കളും പ്രവർത്തകരും മറുവശത്തുമായി സമൂഹ മാധ്യമങ്ങളിലും വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. GTV ന്യൂസ്, കോതമംഗലം. ഇരമല്ലൂർ വില്ലേജിലെ ന്യായവില നിർണയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച റവന്യൂ ഉദ്യോഗസ്ഥരെ CPI ആദരിച്ചു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ കഠിനാധ്വാനം ചെയ്തെന്ന് നേതാക്കൾ വ്യക്തമാക്കി. നെല്ലിക്കുഴി ഉൾപ്പെടുന്ന ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവില പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള തീരുമാനമുണ്ടായതിനു പിന്നാലെയാണ് താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ CPI നെല്ലിക്കുഴി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. മധുര വിതരണവും നടത്തി. തഹസിൽദാർ M. അനിൽകുമാർ, LR തഹസിൽദാർ M. മായ, സ്പെഷ്യൽ ടീം അംഗങ്ങളായ TA. നസീറ, TK. സുരേന്ദ്രൻ, ഷാനസ് K. അസീസ്, ജുബീന, അസഹൽ മുഹമ്മദ് എന്നിവരെയാണ് ആദരിച്ചത്. സംസ്ഥാന കൗൺസിൽ അംഗം PK. രാജേഷ്, മണ്ഡലം സെക്രട്ടറി PT. ബെന്നി, ലോക്കൽ സെക്രട്ടറി PM. അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു.
ന്യായവില നിർണ്ണയിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കഠിനാധ്വാനം ചെയ്തെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തങ്ങൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ നടപടികൾ പൂർത്തീകരിക്കാനും സ്പെഷ്യൽ ടീമിന് കഴിഞ്ഞെന്നും ഉദ്യോഗസ്ഥർക്ക് നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പേരിൽ നന്ദി പറയുന്നതായും PT ബെന്നി പറഞ്ഞു. കോതമംഗലത്തെ തഹസിൽദാർ ബഹുമാനപ്പെട്ട അനിൽ സാറും എല്ലാ തഹസിൽദാരുമായ മാഡവും കൂടി ഒരു സ്പെഷ്യൽ ടീമിനെ ഈ കാര്യത്തിൽ നിയോഗിച്ചുകൊണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗത്തിൽ ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി വലിയ എഫേർട്ട് എടുത്ത് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച് ഒരു സിവിൽ സർവീസിലെ ജീവനക്കാർ എന്ന നിലയിൽ അവർ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടുണ്ട്. അതിന് ബഹുജനങ്ങളുടെയും പ്രത്യേകിച്ച് CPI എന്ന പാർട്ടിയുടെയും ഒരു ആദരം അവർ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ താലൂക്ക് ഓഫീസിലെത്തുകയും മുഴുവൻ ജീവനക്കാരെയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. മധുരം വിതരണം ചെയ്ത് നെല്ലിക്കുഴി ജനങ്ങളുടെ ഈ ആഘോഷത്തിൽ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഏർപ്പെടും. GTV ന്യൂസ് നെല്ലിക്കുഴി. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ വ്യാഴാഴ്ച പെസഹ ആചരിക്കും. യേശുക്രിസ്തു കുരിശുമരണത്തിനു മുമ്പ് തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെയും അനുസ്മരണമാണ് പെസഹ. വിശുദ്ധ കുർബാന സ്ഥാപനവും ഇതോടൊപ്പം അനുസ്മരിക്കപ്പെടും. പെസഹ ദിനത്തിൽ പള്ളികളിൽ വിവിധ ചടങ്ങുകളുണ്ട്. വിശുദ്ധ കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും അപ്പം മുറിക്കൽ ശുശ്രൂഷയുമാണ് പ്രധാന ചടങ്ങുകൾ. വീടുകളിൽ പെസഹ വിരുന്ന് ഒരുക്കും. കോതമംഗലം വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ കാൽകഴുകൽ ശുശ്രൂഷ നിർവഹിക്കും. പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം 4-നാണ് ചടങ്ങ്. ഇതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് പള്ളിയിൽ ഒരുക്കിയിട്ടുള്ളത്. കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ 20 വർഷത്തിന് ശേഷമാണ് പെസഹ വ്യാഴാഴ്ച കാൽകഴുകൽ ശുശ്രൂഷ നടക്കുന്നത്. ഇതിനു മുൻപ് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയാണ് ഈ ശുശ്രൂഷ നിർവഹിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയാണ് ഈ ചടങ്ങിന് കാർമ്മികനാകുന്നത്. പുതിയ ദൗത്യം ഏറ്റെടുത്ത ശേഷം ജോസഫ് പ്രഥമൻ ബാവയുടെ ആദ്യ കാൽകഴുകൽ ശുശ്രൂഷ കൂടിയാണിത്. ഒരു ചരിത്ര സംഭവമാണിതെന്ന് ഏലിയാസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത GTV ന്യൂസിനോട് പറഞ്ഞു. മനുഷ്യന്റെ പാദമാണ് ഏറ്റവും അഴുക്കും ചെളിയും പൊരുളുന്ന ഒരിടം. മനുഷ്യന്റെ പാദം സ്പർശിച്ചുകൊണ്ട് അത് തുവർത്തുക, കഴുകുക എന്നുള്ളത് ദാസന്മാർ ചെയ്യുന്ന ഹീനമായൊരു കാര്യമായി പരിഗണിച്ചിരുന്നത് ഒരു വിശുദ്ധ കർമ്മമായിട്ട് മാറ്റിയത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ പിൻതലമുറയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ സഭയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ കാര്യം നിർവഹിക്കപ്പെടുമ്പോൾ സാക്ഷികളാകുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും വേണ്ടി സഭാമക്കളായ നിങ്ങളെവരുടെയും സാന്നിധ്യം വളരെയേറെ വിലപ്പെട്ടതാണ്. മനുഷ്യൻ്റെ എല്ലാവരുടെയും പാദങ്ങൾ സ്പർശിക്കുവാനല്ല, നേരെ മറിച്ച് സഭ മുഴുവൻ്റെയും ശുശ്രൂഷകനാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ ഒരു കർമ്മത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്. വൈകുന്നേരം 4-നാണ് കാൽകഴുകൽ ശുശ്രൂഷ. ഏലിയാസ് മാർ യൂലിയോസ് മെത്രോപൊലിത്തയും മറ്റ് മെത്രോപൊലിത്തമാരും ശ്രേഷ്ഠ ബാവയുടെ സഹകാർമ്മികരാകും. ചടങ്ങിന് വിപുലമായ ഒരുക്കങ്ങളാണ് പള്ളിയിൽ നടത്തിയിട്ടുള്ളത്. വികാരി ഫാദർ മാത്യൂസ് പുൽപ്പറമ്പിൽ, സഹവികാരിമാരായ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, ഫാദർ സിബി ഇടപ്പൊളവൻ, ട്രസ്റ്റിമാരായ JUC വർഗീസ്, KJ എൽദോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടത്തിയത്. GTV ന്യൂസ് കോതമംഗലം. ഇനിയൊരു ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. ജോഹാൻ ജ്വല്ലേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ വിശാലമായ കളക്ഷനുകളോടെ മാറ്റത്തിന്റെ അലകൾ വീശിക്കൊണ്ട് പ്രീമിയം പ്ലാറ്റിനം വെഡിംഗ് റിംഗുകൾ, IGI സർട്ടിഫൈഡ് സോളിറ്ററി നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കളക്ഷനുകൾ, 22 കാരറ്റ് 916 സ്വർണത്തോടൊപ്പം 18 കാരറ്റ് 14 കാരറ്റ് ഗോൾഡ് ഓർണമെന്റ്സ്, 92.5 സിൽവറിലും പഞ്ചലോഹത്തിലും തീർത്ത എല്ലാ ആഭരണങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയായി ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു.
പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നു. എല്ലാ ദിവസവും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിൽ എത്തുന്നുണ്ട്. രാത്രിയിൽ ഉറക്കമിളച്ച് കാത്തിരുന്നാണ് ജനങ്ങൾ ആനകളെ തുരത്തുന്നത്. കോട്ടപ്പാറ വനത്തോട് ചേർന്ന് കിടക്കുന്ന പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിൽ നിരവധി ജനവാസ മേഖലകളാണ് കാട്ടാന ഭീഷണി നേരിടുന്നത്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഭീഷണി സമീപകാലത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ആനകൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ച് മടങ്ങും. രാത്രിയിൽ ആനകളെത്തുന്നത് എപ്പോഴെന്നറിയില്ല. ഒച്ചവെച്ചും പടക്കം പൊട്ടിച്ചും ടോർച്ചടിച്ചുമെല്ലാം ആനകളെ തുരത്തി പരമാവധി വിളകളെ സംരക്ഷിക്കാൻ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ് പല വീട്ടുകാരും. ചിലപ്പോഴൊക്കെ സഹായത്തിനായി വനപാലകരും എത്താറുണ്ട്. പല കൂട്ടങ്ങളായാണ് ആനകൾ എത്തുന്നത്. ഒറ്റയ്ക്കെത്തുന്നവയും ഉണ്ട്. ഒരേ സമയം തന്നെ പലയിടങ്ങളിലായി ആനകളെ കാണാം. പരാതി പറഞ്ഞ് മടുത്ത ജനം എല്ലാം സഹിക്കാം എന്ന മനോഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. GTV ന്യൂസ്, പിണ്ടിമന. കോതമംഗലം ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ കാർഷിക വിപണി ആരംഭിക്കും. വാർഷിക അവലോകന യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, വിത്തുകൾ, ജൈവവളങ്ങൾ എന്നിവ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനും മറ്റ് കാർഷിക സേവനങ്ങൾക്കുമായാണ് കോതമംഗലം ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ വിപണി ആരംഭിക്കുന്നത്. വാർഷിക അവലോകന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 പഞ്ചായത്തുകളിലുമായി കർഷകർക്കൊട്ടേറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അഗ്രഹത്തിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അഗ്രോ സർവീസ് സെന്ററിന്റെ കമ്മിറ്റി ഇന്ന് കൂടുകയും ഇവിടെ വെച്ചുകൊണ്ട് 10 പഞ്ചായത്തുകളിലും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഗ്രോ സർവീസ് സെന്ററിൽ നിന്ന് എന്തെല്ലാം സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുമുള്ള തൊഴിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളെ സജ്ജരാക്കുന്നതിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ 10 പഞ്ചായത്തുകളിലും കർഷകർക്ക് കിട്ടേണ്ട ഏതെല്ലാം തരത്തിലുള്ള സർവീസുകളാണോ ഇവിടെ ആവശ്യം അതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. പ്രിയാമോൾ തോമസ്, ജോമി തെക്കേക്കര, ജെയിംസ് കൊറമ്പേൽ, നിസാമോൾ ഇസ്മായിൽ, ബോസ് മത്തായി, ജിജി ജോബ്, KS ഉണ്ണി, EM മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഭിന്നശേഷിക്കാരായ 14 പേർക്ക് പെട്ടിക്കട വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പ്രസിഡന്റ് സിബി മാത്യു നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TH നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉഷ ശിവൻ, സൗമ്യ ശശി തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ മലയിൻ കീഴിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി റാലിയും ക്ലാസും ഉണ്ടായിരുന്നു. രക്ഷാധികാരി AT ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MK നാരായണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ KP സിദ്ദിഖ് ക്ലാസ് എടുത്തു. നമ്മളൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ കാണാൻ സുഖമുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് കഴിക്കാനുള്ള സുഖം നല്ല കാര്യമോ, എന്തെങ്കിലും കഴിക്കാനുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ കാണാനുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ കേൾക്കാനുള്ളതായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആയാലും ഒരു കാര്യം ഒന്നത് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി നമ്മൾ തലച്ചോറ് വരുന്നതാണ് ലഹരി എന്ന് പറയുന്നത്. TV കാണാൻ ലഹരിയുള്ള ആൾക്കാരുണ്ട്, ചീട്ട് ലഹരി ആൾക്കാരുണ്ട്, മദ്യ ലഹരി ആൾക്കാരുണ്ട്, മൊബൈൽ ലഹരി ആൾക്കാരുണ്ട്, പഠന ലഹരി ആൾക്കാരുണ്ട്, കുടുംബ ലഹരി ആൾക്കാരുണ്ട്. അപ്പം ലഹരി പലതരത്തില്ല. ലഹരി ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ലഹരി ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൂടി കാണിക്കുന്നത് സംശയമില്ല. അപ്പം പല രീതിയിലുള്ള ലഹരിയാണ്.
അതാണ് പോലീസ് നമ്മൾ ആത്മാക്കൾ ഉയർത്തിപ്പിടിക്കുന്നത്. ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി. ലഹരി വേണമെന്ന് പോലീസ് പറയുന്നില്ല, അനാവശ്യമാണ് ലഹരി വേണമെന്ന് നമ്മൾ പറയുന്നത്. MM മീരാൻ, ET ചന്ദ്രസേനൻ, ജോഷി പൊട്ടക്കൽ, PM നസീർ, ജോസ് വർഗീസ്, സിബിച്ചൻ C കല്ലട, R സജി, MK നൌഫൽ, ശ്രീജ ദിവാകരൻ, ഗ്രേസി ഷിബു, പ്രേമ സുധ, തുളസി വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി. കഞ്ചാവ്, MDMA, കറുപ്പ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും വിദ്യാർത്ഥികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. GTV ന്യൂസ് മലയൻകീഴ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ പതാക ഉയർത്തി. വിവിധ ഭാരവാഹികൾ പങ്കെടുത്തു. ഈ മാസം 27 മുതൽ എറണാകുളത്താണ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പഴയ ആലുവ മൂന്നാർ രാജപാതയ്ക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ പേരിൽ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള വനം വകുപ്പ് കേസ് മരവിപ്പിച്ചു. പോലീസ് കേസ് പിൻവലിക്കും. തീരുമാനം തിരുവനന്തപുരത്തെ ഉന്നതതല യോഗത്തിൽ. രാജപാത സംബന്ധിച്ച തർക്കവും വസ്തുതകളും പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ഉന്നതതല യോഗ തീരുമാനം CPM-നും ആന്റണി ജോൺ MLA-ക്കും രാഷ്ട്രീയ നേട്ടമാണ്. ഇരമല്ലൂർ വില്ലേജിൽ ഭൂമിയുടെ ന്യായവില കുറച്ച് പുതുക്കി നിശ്ചയിച്ചു. യാഥാർത്ഥ്യമാകുന്നത് നെല്ലിക്കുഴിക്കാർ 15 വർഷക്കാലമായി ഉയർത്തുന്ന ആവശ്യം. തീരുമാനം എടുക്കുന്നതിന്റെ ക്രെഡിറ്റ് ആർക്കെന്നതിൽ വാദപ്രതിവാദം. താൻ നിരന്തരം വിഷയം ഉന്നയിച്ചിരുന്നെന്ന് ആന്റണി ജോൺ MLA. നേതാക്കൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് CPI-യുടെ വാദം. താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ആദരിച്ചു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ ആചരണത്തിന് ഒരുങ്ങി. പള്ളികളിൽ പ്രത്യേക ചടങ്ങുകൾ. കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിലെ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ മുഖ്യ കാർമ്മികനാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.